നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാംഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മാത്തിൽ വടവന്തൂർ EK നായനാർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നിർവഹിച്ചു. അഴിമതി, ഭൂഷണവും വിമർശനങ്ങൾ അലങ്കാരവുമാക്കിയ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പിണറായി വിജയൻ. മീനച്ചൂടിൽ വെന്തുരുകുന്ന നാടും നഗരവും. അസഹ്യമായ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ജനങ്ങൾ വലയുന്നു. അധികാരത്തിന്റെ അഴിഞ്ഞാട്ടവും ദുർവിനിയോഗവും കാരണം കേരളത്തിൽ ഭരണമില്ലാത്ത അവസ്ഥയാണെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. CPMന്റെ നേതൃത്വത്തിലുള്ള കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം P. ജയരാജൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖില കേരള യാദവ് സഭ പയ്യന്നൂർ മേഖലാ സമ്മേളനം എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രം മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാത്തിൽ വടവന്തൂർ EK നായനാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നിർവഹിച്ചു. P. രവീന്ദ്രൻ അധ്യക്ഷനായി. അഴിമതി, ഭൂഷണവും വിമർശനങ്ങൾ അലങ്കാരവുമാക്കിയ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. സർവ്വമേഖലകളും തകർത്ത ഭരണമാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തുന്നത്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരുപറ്റം പോലീസുകാർ ഇവർക്ക് ചൂട്ടുപിടിക്കുന്നു. കോടികൾ ലാഭമുണ്ടാക്കുന്ന വ്യവസായശാലകൾ നഷ്ടത്തിലാക്കാൻ ഉമ്മൻചാണ്ടി ഏറെ പണിപ്പെട്ടുവെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ക്രമസമാധാന പാലനത്തിൽ നല്ല പുരോഗതി നേടിയ സംസ്ഥാനമായിരുന്നു കേരളം. അതിക്രൂരമായി കൊലപ്പെടുത്തിയ പണച്ചാക്കിനെ സംരക്ഷിക്കാനാണ് എല്ലാവരും അണിനിരന്നത്. അതിനകത്ത് സാധാരണ പോലീസുകാർ മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ടായി. അത്തരത്തിൽ പോലീസ് സേനയെ ഒരു കൊള്ളരുതാത്തവന്റെ പിന്നിൽ അണിനിരത്തിയെങ്കിൽ അതിന്റെ അർത്ഥം സർക്കാരും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ മേലാളന്മാരും ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ചു എന്നാണ്. ഭഗത് സിംഗ് സ്മാരക ഹാൾ ആൻഡ് ക്ലബ്ബ് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജനും ഫോട്ടോ അനാച്ഛാദനം C. കൃഷ്ണൻ MLAയും സംഘം ഓഫീസ് ഉദ്ഘാടനം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദനും ഭഗത് സിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലി ആഘോഷം C. സത്യപാലനും ഉദ്ഘാടനം ചെയ്തു. P. ശശിധരൻ, NK രാജൻ, PV സാലൻ, CP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. അധികാരത്തിന്റെ അഴിഞ്ഞാട്ടവും ദുർവിനിയോഗവും കാരണം സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അവസ്ഥയാണെന്നും ഇത്രയും അരക്ഷിതമായ ഒരവസ്ഥ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ നയിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂരിൽ സമാപിക്കും. അധികാരത്തിന്റെ അഴിഞ്ഞാട്ടവും ദുർവിനിയോഗവും കാരണം സംസ്ഥാനത്ത് ഇന്നൊരു ഭരണമില്ലാത്ത അവസ്ഥയാണ്. ഇത്രയേറെ അനാഥത്വവും അരക്ഷിതാവസ്ഥയും അനുഭവപ്പെട്ട അവസ്ഥ കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്നും ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. UDF അധികാരത്തിൽ വന്നതോടുകൂടി അധികാരത്തിന്റെ അഴിഞ്ഞാട്ടമാണ്, അതിന്റെ ദുർവിനിയോഗമാണ്. ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണകൂടം നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഭരണകൂടം നിൽക്കുന്നില്ല.
ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അബോധാവസ്ഥയിലാണ് കേരളത്തിൽ. ഒരു സംസ്ഥാനത്ത് ഭരണകൂടം നിൽക്കുന്നു എന്ന് പറയാൻ ഭരിക്കുന്നവർക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമേ അല്ല. ഈ സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വമുണ്ടോ? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുണ്ടോ? ചുമതലാബോധമുണ്ടോ? ഭരണ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഭരണമുന്നണിക്ക് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടോ? അതൊന്നുമില്ലാതെ പരസ്പരം പോരടിക്കുന്ന ദുർവഹമായ അഭിശപ്തമായ നിമിഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അഴിമതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടി നടക്കുന്ന ഗവൺമെന്റിന് അതിനാവശ്യമായ ഭരണസ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിനായി പോലീസ് അടക്കമുള്ളവരെ നിയന്ത്രിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താനും അവർക്ക് സാധിക്കുന്നു. ഗവൺമെന്റിന്റെ ഇത്തരം നയങ്ങൾക്കെതിരെ സർവ്വമേഖലകളിലുള്ളവരും സമരം ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാർ അഴിമതി ധനമന്ത്രി KM മണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏപ്രിൽ അവസാന വാരം കലക്ട്രേറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ KV ബാബു അധ്യക്ഷനായി. P സന്തോഷ്, ജാഥ ക്യാപ്റ്റൻ P ജയരാജൻ, ബാബു ഗോപിനാഥ്, CK നാരായണൻ, TI മധുസൂദനൻ, സഹദേവൻ, രാജു ഇരിക്കൂർ, മനോജ് കുമാർ, അഷ്റഫ് പറവൂർ എന്നിവർ സംസാരിച്ചു. മീനച്ചൂടിൽ വെന്തുരുകി നാടും നഗരവും. ചൂട് അസഹ്യമായി പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാണ് ജനങ്ങൾ. 37 ഡിഗ്രി സെൽഷ്യസാണ് പലയിടത്തെയും ചൂട്. കൊടും ചൂടിൽ നാടുരുകുകയാണ്. അത്യുഷ്ണത്താൽ ജനങ്ങൾ വലിയുന്ന കാഴ്ചകളാണെങ്ങും. 37 ഡിഗ്രി സെൽഷ്യസാണ് പലയിടത്തും ചൂടിന്റെ കാഠിന്യം. ഇത് ഇനിയും ഉയരുവാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വേനലിന്റെ കാഠിന്യത്തിൽ പുറത്തിറങ്ങി നടക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. വേനൽ കടുക്കുന്ന ദിനങ്ങൾ വരാനിരിക്കെ ഇപ്പോഴത്തെ ചൂട് ജനങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മഴ ചിലയിടങ്ങളിൽ മാത്രമാണ് പെയ്തത്. ഇതാകട്ടെ ചൂട് കൂട്ടാനേ ഉപകരിച്ചുള്ളൂ. ശീതളപാനീയ വിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷണം കഴിവതും ഒഴിവാക്കി വെള്ളത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. രാവിലെ ഒരു 10 മണിയാകുമ്പോഴൊക്കെ തന്നെ ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കണം, മറ്റ് ഭക്ഷണങ്ങളൊന്നും ഇപ്പോൾ ശരിയായിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥ ഇനിയും അടുത്ത 2 മാസം കൂടി തുടരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും ജനങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പാടത്തും പറമ്പിലും പണി ചെയ്യുന്നവരുടെ കാര്യമാണ് ഏറെ കഷ്ടം. അസഹ്യമായ ചൂടിനെ ഏറ്റുവാങ്ങി പാടത്ത് പണിയെടുക്കുന്നവർ പറയുന്നത് തങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഒഴിവാക്കിയാൽ കുടുംബം പട്ടിണിയിലാകും എന്നാണ്. 90-നോടടുത്ത പ്രായമുള്ള ഒരു മുത്തശ്ശിയും കുണിയൻ പാടത്ത് നെല്ല് കൊയ്തെടുക്കുന്നത് കാണാമായിരുന്നു. ആഗോളതാപനം ശക്തിപ്പെടുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയില്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്നാണ് കാലാവസ്ഥാ വ്യതിയാനം നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. അഖില കേരള യാദവ സഭ പയ്യന്നൂർ മേഖലാ സമ്മേളനം എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്നു. C. കൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. നഗരം ചുറ്റിയ ഘോഷയാത്ര സമ്മേളന പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം ആയില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മളെല്ലാം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണ് അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മറ്റെന്തിനേക്കാളും പ്രാധാന്യം കുട്ടികളുടെ കാര്യത്തിലാണ്. ചടങ്ങിൽ അഖില കേരള യാദവ സഭ പ്രസിഡന്റ് ഗംഗാധരൻ നെല്ലിത്തല അധ്യക്ഷനായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി SSLC+2 വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ആചാരസ്ഥാനികരെ ആദരിക്കലും നടന്നു. കർണാടക സ്റ്റേറ്റ് യാദവ് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് TD ശ്രീനിവാസ യാദവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. MBCF സംസ്ഥാന സെക്രട്ടറി M. കുട്ടപ്പച്ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി. കാന ഭാസ്കരൻ, വാർഡ് കൗൺസിലർ മണിയറചന്ദ്രൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം EV നാരായണൻ, A. റീന, V. കൃഷ്ണൻ മാസ്റ്റർ, കരിമ്പിൽ കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് യാദവസഭ എടനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി, പൂരക്കളി എന്നിവയും അരങ്ങേറി. കൈത്തറിക്ക് തുണയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്ത്. ഡിവൈഎഫ്ഐ കരിവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങൽ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു.
കൈത്തറി ശീലമാക്കൂ, പാരമ്പര്യത്തെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ കരിവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി കരിവള്ളൂർ ശശി വീവേഴ്സിൽ വെച്ച് കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുവാൻ ആരംഭിച്ചത്. അന്യം നിന്നു പോകുന്ന കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൈത്തറി ഉപജീവനമാക്കിയ ഒരുപറ്റം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഡിവൈഎഫ്ഐ കരിവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് അഭിപ്രായപ്പെട്ടു. അവരുടെ പരമ്പരാഗതമായി അവർക്ക് കിട്ടിയ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. ചടങ്ങിൽ സുരേഷ് കുമാർ അധ്യക്ഷനായി. എം വി അപ്പുകുട്ടൻ, എം ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. മാത്തിൽ ഇൻഡോർ സ്റ്റേഡിയം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ MLA വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. മാത്തിൽ ഇൻഡോർ സ്റ്റേഡിയം ക്ലബിന്റെ ഒന്നാമത് ഷട്ടിൽ ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. ജനറൽ വിഭാഗം, ജൂനിയർ വിഭാഗം, വെറ്ററൻ വിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ PC കുട്ടി അധ്യക്ഷനായി. ഈ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുകയും സംസ്ഥാന, ജില്ലാ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത കായിക താരങ്ങളെ തദവസരത്തിൽ അനുമോദിച്ചു. KG വിജയൻ മാസ്റ്റർ, സൂരജോട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രം ഉദ്ഘാടനം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പഠന കേന്ദ്രം തുടങ്ങുന്നത് എന്തുകൊണ്ടും സ്വാഗതാർഹമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV ഗൗരി അഭിപ്രായപ്പെട്ടു. അവർ ആ കാര്യങ്ങൾ വളരെ വിശദമായി ഇനിയിപ്പോൾ +1 കഴിഞ്ഞാൽ +2 അല്ലേ, അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ഏതെല്ലാം തലങ്ങളിൽ വിദ്യാഭ്യാസം നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിൻ്റെ എല്ലാം തെളിവാണ് 4ാം തരം തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നമ്മൾ കടന്നത്. ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ഉപാധ്യക്ഷൻ KK ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. VRV7 പദ്ധതി വിശദീകരണം നടത്തി. സുശീല ടീച്ചർ, P അജിത, K രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. KSKTU പയ്യന്നൂർ നോർത്ത് വില്ലേജ് സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. GD നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാനിത് പറയാൻ കാരണം ഈ ദിവസത്തിന് മാത്രമല്ല, ആ മന്ത്രിസഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളാണ് കേരളത്തെ ഇന്നത്തെ നിലയിൽ മാറ്റിയിട്ടുള്ളത്. എന്താ പ്രധാനപ്പെട്ട കാര്യം? വില്ലേജ് സെക്രട്ടറി പോത്തേര കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ P നാരായണൻ അധ്യക്ഷനായിരുന്നു. നിരവധി പേർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കളഞ്ഞുകിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച് ബസ് ജീവനക്കാർ മാതൃകയായി. പയ്യന്നൂർ കാഞ്ഞങ്ങാട്ട് റൂട്ടിലോടുന്ന സനൽ ബസ് ജീവനക്കാരാണ് ബസ്സിൽ നിന്ന് കിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച് മാതൃക കാട്ടിയത്. കാഞ്ഞങ്ങാട് നിന്ന് തിരിച്ചുവരവെ തൃക്കരിപ്പൂരിൽ നിന്ന് കയറിയ കുടുംബശ്രീ പ്രവർത്തകരായ 3 സ്ത്രീകളുടെ കയ്യിൽ നിന്നുമാണ് പണം നഷ്ടപ്പെട്ടത്. പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ജീവനക്കാരായ ഉമേശനും ഗിരീശനും പണമടങ്ങിയ ബാഗ് കിട്ടിയത്. ഉടൻ തന്നെ ഇവർ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ബാഗ് ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഉടമസ്ഥകളായ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ ക്ഷേത്രപാലക കുടുംബശ്രീ പ്രവർത്തകരെത്തി പണം തിരികെ ഏറ്റുവാങ്ങി. 30,000 രൂപയാണ് കളഞ്ഞുപോയത്. പയ്യന്നൂരിൽ വ്യാപാര മേഖല അനുദിനം വളർന്നുവരുന്നു. ഈ വളർച്ചയ്ക്ക് മൂകസാക്ഷിയായി ഇന്നും നിലകൊള്ളുകയാണ് നഗരത്തിലെ 2 കച്ചവട സ്ഥാപനങ്ങൾ, അമ്പുവിന്റെ പീടികയും അമ്പുവിന്റെ കടയും. ചരിത്രത്തിനൊപ്പം വളർന്ന ഈ കട പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കാഴ്ചയേ അല്ല. അമ്പുവിന്റെ പീടിക, മറ്റൊന്ന് അമ്പുവിന്റെ കട. നഗരത്തിലെത്തുന്ന പുതുതലമുറയ്ക്ക് ഒരുപക്ഷെ ഇതൊരു കാഴ്ചയെ അല്ലാതിരിക്കാം. എന്നാൽ വാമൊഴിയിൽ എഴുതിയ പേരിനുമുണ്ട് ചരിത്രത്തോളം പഴക്കം. EMS മുതൽ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദങ്ങൾ പയ്യന്നൂരിലെത്തിയാൽ ദാഹമകറ്റിയത് ഈ കടയിലെ മോരും വെള്ളമായിരുന്നു. ഒരുപക്ഷെ അരനൂറ്റാണ്ട് മുമ്പ് പയ്യന്നൂരിലെ വലിയ കടകളായിരിക്കാം ഈ സ്ഥാപനങ്ങൾ. അമ്പുവും കുഞ്ഞമ്പുവും സ്നേഹ സഹോദരങ്ങളായിരുന്നു. സ്വന്തം പീടികയ്ക്ക് സ്വന്തം പേരിടൽ അന്ന് അഭിമാനമായിരുന്നു. അച്ചടി ഫോറങ്ങൾക്ക് ഈ കടകൾ മാത്രമായിരുന്നു പയ്യന്നൂരിലെ ഏക ആശ്രയം. സഹോദരങ്ങൾ തുടങ്ങിവെച്ച സ്ഥാപനങ്ങൾ ഇന്നും അതേപടി നിലനിൽക്കുന്നു, തലമുറകൾക്ക് കൈമാറി. കുറേ കൊല്ലായി ഇവിടെ ഇങ്ങനെ നമ്മുടെ കച്ചവടം ചെയ്യുന്ന കുറേ കൊല്ലായി. 10-50 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. 10-65 കൊല്ലം കടയത്. പണ്ട് കാലത്തെ എല്ലാവരും പല തരത്തിലെ ആൾക്കാർ ഇരുന്നു സാധനം വാങ്ങിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം ഈ ഓൺലൈൻ സമ്പ്രദായം വന്നേ പിന്നെ എല്ലാം ആൾക്കാർക്ക് വരാണ്ടുമായി ഇതായി
പിന്നെ 5-6 റുപ്യ കൊടുക്കുന്ന സാധനത്തിന് ഇപ്പോൾ 100 റുപ്യ കൊടുത്താൽ പുറത്തുനിന്ന് ഇവർ ഓൺലൈൻ ചെയ്യുന്നു. പക്ഷേ പയ്യന്നൂർ മാറി, ഒപ്പം ജനതയും. എന്നാലും പഴയ തലമുറയ്ക്ക് ഇപ്പോഴും മറക്കാനാവില്ല അമ്പു, കുഞ്ഞമ്പു എന്നീ അപൂർവ സഹോദരങ്ങളെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് പി കുഞ്ഞപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മാറ്റം പറയുന്നത് 40 ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്നത് ബാധകമാക്കേണ്ടതുള്ളൂ എന്ന വ്യവസ്ഥയാണ്, മാറ്റമാണ്. കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KUSTU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K ഗണേശൻ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PK ബാബുരാജ്, ജില്ലാ സെക്രട്ടറി A ഹരിദാസൻ, ജില്ലാ ട്രഷറർ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. KSKTU വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. സമ്മേളനം KSKTU ജില്ലാ കമ്മിറ്റി അംഗം K ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദൈവവിശ്വാസം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഉണ്ടാകുമെന്നും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആപത്കരമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ K ദാമോദരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. കെടുതികൾ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ 15 അധ്വാനിച്ചിട്ടും ഒരാശ്വാസം കിട്ടാതിരിക്കുമ്പോൾ ഒരു മാനസികമായ ഒരു ആശ്വാസത്തിന് തേടാവുന്ന ഒരു അത്താണിയായിട്ടാണ് ജനം മതത്തെ കാണുന്നത്. ചടങ്ങിൽ P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. PP ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും PR മോഹനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K രാജൻ, P ഗോപിനാഥൻ, K പത്മിനി, PV തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. കാങ്കോൽ ചീമേനി റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക, കർഷക തൊഴിലാളി പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൗവായി പ്രതിഭ ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ 8ാം വാർഷിക സമ്മേളനം കൗവായി ഗാന്ധിനഗർ കോളനിയിൽ നടന്നു. ജനശ്രീ കേന്ദ്ര സമിതി അംഗം VN ഇരിപുരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മുന്നോട്ടേക്ക് നീങ്ങിയിട്ട് 8 വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ 8 വർഷക്കാലയളവിനുള്ളിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജനശ്രീയുടെ മുന്നേറ്റം നാടിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ദേശീയ സംസ്ഥാന കബഡി മത്സരങ്ങളിലെ കൗവായിലെ കായിക താരങ്ങൾക്കും ഇൻസെന്റീവ്സ് അവാർഡ് ജേതാവിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന യോഗം റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ ധനസഹായ ഫണ്ട് വിതരണം NV രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചെയർപേഴ്സൺ K കൗസല്യ അധ്യക്ഷയായിരുന്നു. K കമ്മാരൻ, കുറുന്തിൽ അശോകൻ, നസീമ ടീച്ചർ, ജിതേഷ്, പ്രേമവലി, റുക്നുദ്ദീൻ, ഭാസ്കരൻ, E ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. CPIM ഒറന്നെടുത്തച്ചാൽ ബ്രാഞ്ച്, VK സ്മാരക വായനശാല കുളപ്പുറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല ഓപ്പൺ ചെസ് മത്സരം സംഘടിപ്പിച്ചു. പിലാത്ര സെന്റ് ജോസഫ് കോളേജിൽ നടന്ന മത്സരം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സുന്ദരയ്യ മന്ദിരം കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ജില്ലാതല ഓപ്പൺ ചെസ് മത്സരം സംഘടിപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ചെസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി VV ബാലറാം, സെന്റ് ജോസഫ് കോളേജ് പിലാത്ര പ്രിൻസിപ്പൽ ക്ലാരൻസ് പാലിയത്ത്, M ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. M രമേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. സീനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സീനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടുന്നവർക്ക് 2500 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും, 2ാം സമ്മാനം നേടുന്നവർക്ക് 2000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും. സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 1000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും, 2ാം സമ്മാനം നേടുന്നവർക്ക് 750 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും. നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ശതാബ്ദി ആഘോഷിക്കുന്ന കണ്ടോത്ത് എൽപ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക KV ഗിരിജ ടീച്ചർക്ക് കണ്ടോത്ത് ഗ്രാമത്തിന്റെ സ്നേഹോഷ്മള യാത്രയപ്പ്. 32 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ഗിരിജ ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. യാത്രയപ്പ് സമ്മേളനം തളിപ്പറമ്പ് കാർഷിക ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആ 100 വർഷം കൊണ്ട് ഈ വിദ്യാലയത്തിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണ് എന്നത് മുന്നിൽ കൈവച്ച് നാം ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത വിദ്യാലയങ്ങൾ, സമീപകാലത്ത് വന്നിട്ടുള്ള വിദ്യാലയങ്ങൾ ഏറ്റവും നല്ല സൗകര്യങ്ങളിലൂടെ വളർന്നു പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു സരസ്വതി ക്ഷേത്രം ഇത്തരത്തിൽ PTA പ്രസിഡന്റ് P വാമദേവൻ അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C രാഘവൻ ഉപഹാര സമർപ്പണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ K ചന്ദ്രിക, KK ഫൽഗുനൻ, മദർ PTA പ്രസിഡന്റ് KPV സിന്ധു, K ജനാർദ്ദനൻ, TP കമലാക്ഷൻ, KT ബാലാമണി, N സുകന്യ,
KV നളിനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടിയും അരങ്ങേറി. അന്നൂർ UP സ്കൂൾ 106-ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ISRO ശാസ്ത്രജ്ഞൻ P. കുഞ്ഞികൃഷ്ണൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും തന്നെ അറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഈ മാതൃകാ വിദ്യ 100 വർഷം പിന്നിട്ടു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് പാഠ്യപുസ്തകങ്ങളിലൂടെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം മാത്രമായിരുന്നില്ല. ഒരു ദേശത്തിൻ്റെ മുഴുവൻ സംസ്കാരം പല കാലങ്ങളിലൂടെ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമാണ്. കാറമേൽ മഖാമുറൂസ് സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി മൗലിദ് മജ്ലിസും അന്നദാനവും നടന്നു. ഏപ്രിൽ 1 മുതൽ 5 വരെ 5 ദിവസങ്ങളിലായാണ് മഖാമുറൂസ് നടന്നത്. ഉറൂസിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച ഷൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലിദ് മജ്ലിസും ഹാഫിൽ അബൂബക്കർ നിസാമി മലേഷ്യയുടെ മതപ്രഭാഷണം, ദിക്ർ സ്വലാത്ത് മജ്ലിസും കൂട്ടപ്രാർത്ഥന എന്നിവയും നടന്നു. സമാപനത്തിനോടനുബന്ധിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാത്തിൽ വടവന്തൂർ EK നായനാർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നിർവഹിച്ചു. അഴിമതി, ഭൂഷണവും വിമർശനങ്ങൾ അലങ്കാരവുമാക്കിയ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പിണറായി വിജയൻ. മീനച്ചൂടിൽ വെന്തുരുകുന്ന നാടും നഗരവും. അസഹ്യമായ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ജനങ്ങൾ വലയുന്നു. അധികാരത്തിന്റെ അഴിഞ്ഞാട്ടവും ദുർവിനിയോഗവും കാരണം കേരളത്തിൽ ഭരണമില്ലാത്ത അവസ്ഥയാണെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. CPMന്റെ നേതൃത്വത്തിലുള്ള കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം P. ജയരാജൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖില കേരള യാദവ് സഭ പയ്യന്നൂർ മേഖലാ സമ്മേളനം എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രം മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.